നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ടി.വി. പ്രശാന്തനും കളക്ടർ അരുൺ കെ വിജയനും കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഡിസംബർ 10-ന് കേസ് വീണ്ടും പരിഗണിക്കും. കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി.വി. പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ തുടങ്ങിയവ സംരക്ഷിക്കാനായി കോടതി നിർദ്ദേശിക്കണമെന്നായിരുന്നു മഞ്ജുഷയുടെ ആവശ്യം. നവീൻ ബാബു താമസിച്ച സ്ഥലത്തെയും റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ സംരക്ഷിച്ചില്ല എങ്കിൽ കേസ് അന്വേഷണം മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ അന്ന് തെളിവുകൾ കിട്ടാതാകുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹർജി ഫയൽ ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ പ്രധാന സാക്ഷിയായ അരുൺ കെ വിജയൻ, പ്രശാന്തൻ എന്നിവരുടെ ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഹർജിയിൽ പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ജില്ലാ കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ, നവീൻ ബാബുവിന്റെ ഔദ്യോഗിക വസതി, സമീപത്തെ റോഡുകൾ എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൂടി സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയർത്തിയത്. കേസിൽ നേരിട്ട് ബന്ധമില്ലാത്ത കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോണുകൾ പരിശോധിക്കുന്നത് അവരുടെ സ്വകാര്യത ഹനിക്കുമെന്ന് വാദിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ അപേക്ഷയെ എതിർത്തത്. എന്നാൽ ഇരുവർക്കും നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം കേസിൽ പ്രസക്തമായ തെളിവുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ തെളിവുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫോൺ നമ്പറുകൾ അവ്യക്തവും അപൂർണവുമാണ് എന്നാരോപിച്ചുകൊണ്ട് കുടുംബം ഇതിനെ എതിർക്കുകയായിരുന്നു. എന്തായാലും നവീൻ ബാബുവിന്റെ കേസിൽ കളക്ടറുടെ പങ്ക് ചെറുതല്ല എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർ പങ്കുവച്ച മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അതായത്, ശക്തമായ മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ട് രാത്രി ഏറെ നേരം വൈകി കളക്ടർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിന് നേരെ വിമർശനങ്ങൾ നിറയുകയാണ്. 2/12/2024 കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കളക്ടറുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മഴ, ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. ഇങ്ങനെയായിരുന്നു കളക്ടറുടെ പോസ്റ്റ്. എന്നാൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. അർദ്ധരാത്രി കഴിഞ്ഞ് 1 മണി സമയത്താണ് കളക്ടർ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇതോടെ കളക്ടറുടെ ഉറക്കമില്ലായ്മയെ ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. ഒരു പാവം മനുഷ്യനെ കൊല്ലാൻ കൂട്ടുനിന്നിട്ട് പിന്നെ എങ്ങനെ ഉറക്കം കിട്ടാനാണ് എന്നാണ് പലരും ചോദിക്കുന്നത്. ദിവ്യ കൊച്ചമ്മയുമായി കേസിൽ നിന്നും എങ്ങനെ തലയൂരാമെന്ന ചർച്ചയിലാണ് കളക്ടർ സാർ എന്നാണ് മറ്റു ചില കമന്റ്സ്. ഇനി ആരെ കൊല്ലാനാണ് സാറേ പ്ലാനിംഗ് എന്നും ചിലർ ചോദിക്കുന്നു. നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുകയാണ് എങ്കിൽ കളക്ടർ സാറിന് ഇനിയും ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെ ആയിരിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല എന്നും ആളുകൾ കുറിക്കുന്നുണ്ട്. എന്തായാലും ഈ പോസ്റ്റിന് താഴെ കളക്ടർക്കെതിരെ നിരവധി വിമർശന കമന്റുകളാണ് നിറയുന്നത്. അതിനിടെ ജോലിയുടെ ഭാഗമായി ഡൽഹിയിലേക്ക് പറന്ന് കളക്ടറെ തിരിച്ചു വിളിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന് പരിശീലനത്തിന് പോകാനായി സർക്കാർ നൽകിയ അനുമതി കോടതി ഇടപെട്ട് പിൻവലിക്കുമെന്നാണ് സൂചന. ഡിസംബർ 2 മുതൽ 27 വരെയാണ് കേന്ദ്ര സർക്കാരിന്റെ പരിശീലനത്തിന് ശേഷം വീണ്ടും അദ്ദേഹം കളക്ടറായി ചുമതലയേൽക്കും. വിവാദം തണുക്കുന്നതുവരെ അരുൺ കെ വിജയനെ മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശീലനത്തിനുള്ള അനുമതിയെന്നും കളക്ടർ മാറി നിന്നാൽ അത് സുതാര്യമായ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ആക്ഷേപമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കളക്ടറുടെ യാത്രാനുമതി റദ്ദു ചെയ്ത് തിരികെ വിളിക്കാനുള്ള നീക്കമെന്നാണ് സൂചന.